യോഹന്നാൻ 1:9 നമ്മ പഠിപ്പിക്കുന്ന സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം 7 മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം യേശു കർത്താവ്. അവൻ ഉള്ളിൽ വരുമ്പോൾ നിന്റെ ഉള്ളു പ്രകാശിക്കും. നിന്റെ ഉള്ളു പ്രകാശിച്ചാൽ നിന്റെ മുഖവും പ്രകാശിക്കും. രണ്ടാമത്, നിന്റെ നോട്ടം ഈ ദൈവത്തിൽ മാത്രമായിരിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:7 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും. കൈകളെ ഉയർത്തി കൈകളെ തട്ടും. ബൈബിൾ കയ്യിൽ വെച്ചിട്ട് ഉറങ്ങിയും എന്നല്ല ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇരിക്കുന്നവർ ഉണർവോടിരിക്കണം. ആരും ചാരി ഇരിക്കരുത്, നേരെ ഇരിക്കണം. കുറുക്കൽ രോഗമുള്ളവർക്കാണ് അവിടെ കസേരയിട്ടിരിക്കുന്നത്. ഇവിടെ വന്നിരുന്ന് ഉറങ്ങരുത്. ഇവിടെ കർത്താവുണ്ട്, ഇവിടെ എന്റെ രക്ഷിതാവുണ്ട്. വെറും ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല, ഇവിടെ തീ കത്തുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. കൊലോസിയർ 2:7 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ക്രിസ്തുവിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും. ആമേൻ. സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പിൻ. അതാണ് പ്രകാശം. അതാണ് ദൈവഭൈഡല്. നിന്റെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നീ പ്രാപിച്ചെടുക്കേണ്ട പ്രകാശം. ആർക്ക് പ്രകാശം ലഭിക്കും? ബൈബിൾ വളരെ ക്ലിയർ ആണ്. ദൈവത്തിങ്കലേക്ക് ദൈവ പൈതലെ നീ നോക്കിയാൽ ദൈവത്തിന്റെ പ്രകാശം നിനക്ക് ലഭിക്കും. എങ്ങനെ നോക്കണം? എങ്ങനെ നോക്കേണ്ടത്? വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 123:1 അവൻ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടേയിരിക്കണം. ഒരു സെക്കൻഡ് സാറ്റർഡേ വന്ന് നോക്കി പിന്നെ സ്ഥലം വിട്ട് എന്നല്ല, കൃപ ലഭിക്കുവോളം, അത്ഭുതം ലഭിക്കുവോളം, വിടുതൽ ലഭിക്കുവോളം, ദൈവത്തിന്റെ സ്പർശനം ദൈവ പൈതലേ നിനക്ക് ലഭിക്കുവോളം, അവന്റെ അനുഗ്രഹം നിന്റെ കുടുംബത്തിൽ ഇറങ്ങുവോളം, അവന്റെ വാഗ്ദത്തം നീ ലഭിക്കുവോളം. സമയം നിന്റെതല്ല, സമയം അവന്റെതാണ്. ലഭിക്കുവോളം നീ നോക്കിക്കൊണ്ടേയിരിക്കണം. രണ്ടാമത്, അവൻ ചിലപ്പോൾ നോ പറയും. മത്തായി സുവിശേഷം 15:21 പ്രകാരം കനാനിയ സ്ത്രീ ഭൂതോദ്രവം ബാധിച്ച തന്റെ ഏകമകളുടെ വിടുതലിനായി യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ഒരു വാക്ക് മിണ്ടിയില്ല. പക്ഷെ ഇവൾ വിട്ടിട്ട് പോയില്ല, അവിടെ തന്നെ നിന്ന്. ദാനിയേലിന്റെ 3 കൂട്ടുകാരന്മാർ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന രാജാവ് പരിഹസിച്ചു. ലെറ്റ് മീ സീ ഹൂ ഷാൽ സെറ്റ് യു ഫ്രീ. നിന്നെ മോചിക്കുന്ന ദൈവം ആരെന്ന് കാണട്ടെ. 3 പേരുടെ ഉറ്റ സാക്ഷ്യം, രാജാവേ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ സേവിച്ച് നടക്കുന്ന സത്യ ദൈവം ഞങ്ങളെ മോചിക്കും. ചിലപ്പോൾ അവൻ വിടുവിച്ചില്ല എങ്കിലും നിന്റെ ദൈവത്തെ ഞങ്ങൾ സേവിക്കുകയില്ല. ഞങ്ങളുടെ ദൈവത്തെ തന്നെ ഞങ്ങൾ സേവിക്കുകയുള്ളൂ. 2 സാമുവേൽ 12 ദൈവഭക്തൻ ദാവീദ് തന്റെ ഇളയ പൈതൽ രോഗത്താൽ ബാധിക്കപ്പെട്ടപ്പോൾ സിംഹാസനം ഇട്ടിറങ്ങി നിലത്തിരുന്ന് കരഞ്ഞു. രാജാവ് സിംഹാസനം വിട്ടിറങ്ങി നിലത്തിരുന്ന് 7 നാൾ ഉപവസിച്ച് കരഞ്ഞ്, എന്റെ കുഞ്ഞിനെ എടുക്കരുതേ, ആ കുഞ്ഞിനെ മടക്കി തരണമേ. 7 നാൾ പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞ് മരിച്ചുപോയി. ദാവീദ് ദൈവത്തോട് പിണങ്ങിയില്ല.
അവൻ അങ്ങോട്ട് പോയി. ഇനി ഒറ്റ മാർഗം, അവൻ ഇങ്ങോട്ട് വരത്തില്ല, ഞാൻ അങ്ങോട്ട് പോകും. He stood up. King David stood up. ദാവീദ് രാജ എഴുന്നേറ്റ് ദൈവത്തോട് പിണങ്ങിയില്ല. അവൻ ആരാധനാലയത്തിലേക്ക് ചെന്ന് 20 വചനം പഠിപ്പിക്കുന്ന ആ ദൈവത്തെ അവൻ ആരാധിച്ചു. ചിലപ്പോൾ നിന്റെ പ്രാർത്ഥന വിഷയത്തിന്മേൽ ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു കരുതൽ ഉണ്ട്. തൽക്കാലം നോ പറഞ്ഞാലും നീ അവനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ 11 അധ്യായം 6 വചനത്തിലെ, യോഹന്നാൻ 11 അധ്യായം 39 വചനത്തിലെ, തന്റെ സ്നേഹിതൻ ലാസർ ദീനമായി കിടക്കുന്നത് അറിഞ്ഞിട്ടും യേശു കർത്താവ് 2 ദിവസം താമസിച്ചു. 39 വചനം പഠിപ്പിക്കുന്ന, തന്റെ സ്നേഹിതൻ ലാസർ മരിച്ചിട്ടും യേശു 4 ദിവസം താമസിച്ചിട്ട്, എങ്കിലും മാർത്തയും മറിയയും ബെഥാനിയ പട്ടണവും യേശുവോട് പിണങ്ങിയില്ല. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, അവിടെ താമസിച്ചിരുന്നും ദൈവത്തിന്റെ മഹത്വം അവിടെ ഉണ്ടാകും എന്ന് അവർ കാത്തിരുന്നു. അവന്റെ സമയത്തിനായി അവർ കാത്തിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ നിന്റെ ജീവിതത്തിൽ പ്രകാശം ദൈവം മഴയായി പൊഴിയും, നിശ്ചയമാണ്. ഈ പ്രകാശം പ്രാപിച്ചെടുക്കുക. യേശുവിൽ നിന്ന് പ്രകാശം. അവങ്കലേക്ക് നോക്കിയവർ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രകാശിതരായി. പ്രവാചകൻ മോശെ പ്രാപിച്ചെടുത്ത പ്രകാശം എബ്രായർ 11:25 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന ലൗകിക മാനം നിരസിക്കുകയും, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈജിപ്തിന്റെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ എണ്ണുകയും ചെയ്ത മോശെ, അത് മോശെ പ്രാപിച്ചെടുത്ത പ്രകാശമാണ്. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്താൽ മോശെ മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ട 12 പ്രഭുക്കന്മാർ വാഗ്ദത്ത ദേശം ചെന്ന് 40 നാൾ കുറുക്കും മാർഗം നടന്ന് 40 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ കാലേബിനെ ഒറ്റപ്പെടുത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തി റിപ്പോർട്ട് കൊണ്ടുവന്ന കാലേബിനെ 10 പേരും ഒറ്റപ്പെടുത്തി. കാലേബ് പ്രാപിച്ചെടുത്ത പ്രകാശം സംഖ്യ 13:30 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറയരുത്, നാം ചെന്ന് ആ ദേശം കൈവശമാക്കും. ദൈവമാണ് വലിയവൻ, ശത്രു അല്ല വലിയവൻ. ജോഷുവ 14:12 വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കാലേബിന്റെ സാക്ഷ്യം. അവൻ എന്നോട് അരുളി ചെയ്തതിൻ പ്രകാരം ഞാൻ ഒറ്റയ്ക്ക് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ജോഷുവ 14:12 ഞാൻ ഒറ്റയ്ക്ക് ദൈവം എന്നോട് അരുളപ്പാട് പറഞ്ഞതിൻ പ്രകാരം അവരെ ഓടിച്ച് കളയും. ഹല്ലേലൂയ. ഇത് കാലേബ് പ്രാപിച്ചെടുത്ത പ്രകാശം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന റോമർക്കെഴുതിയ ലേഖനം 4:19-20 ദൈവത്തിന്റെ സ്നേഹിതനെന്ന് ബൈബിളിൽ 3 പ്രാവശ്യം വീണ്ടും 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 സാക്ഷീകരിക്കപ്പെട്ട ആബ്രഹാം പ്രാപിച്ചെടുത്ത പ്രകാശം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 100 വയസ്സായിട്ടും തന്റെ ശരീരം നിർജീവം പ്രാപിച്ചിട്ടും ഭാര്യയുടെ ഗർഭം ചെത്തിട്ടും റോമർ 4:19-20 100 വയസ്സായ ആബ്രഹാം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രത്യാശയോട് കാത്തിരുന്ന് വിശ്വാസത്തിൽ ആബ്രഹാം ക്ഷീണിച്ചില്ല. ഇത് ആബ്രഹാം പ്രാപിച്ചെടുത്ത ഒരു പ്രകാശം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന
യാക്കോബ് എന്നുള്ള ദൈവഭക്തൻ ഉൽപ്പത്തി പുസ്തകം 28 ലൂസ് പട്ടണത്തിൽ വെറും ഒരു വടിയായി ജോർദാൻ കടന്ന് എത്തിച്ചേർന്നപ്പോൾ പ്രാർത്ഥിച്ചത് അതിരാവിലെ എഴുന്നേറ്റ്. ഒന്നുമില്ലാതിരുന്നപ്പോൾ ഉഷസ്സിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച യാക്കോബ് ദൈവം സമൃദ്ധിയായി തന്റെ ഭക്തനെ അനുഗ്രഹിച്ച് എല്ലാം ലഭിച്ചപ്പോൾ ഉൽപ്പത്തി 32 അധ്യായത്തിൽ അവൻ പ്രാർത്ഥിച്ചത് ഉഷസ്സോളം അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കുറഞ്ഞില്ല, പ്രാർത്ഥന കൂടി. ഇത് യാക്കോബ് പ്രാപിച്ചെടുത്ത പ്രകാശം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ദൈവഭക്തൻ, നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷമിട്ട് ജീവിക്കുന്നവനെന്ന് സ്വർഗത്തിലെ ദൈവത്താൽ സാക്ഷീകരിക്കപ്പെട്ട യോബുവിന്റെ സാക്ഷ്യം എല്ലാം നഷ്ടപ്പെട്ട് 10 മക്കൾ മരിച്ച്, ആരോഗ്യം നഷ്ടപ്പെട്ട്, വീട് തകർന്ന്, മാനിച്ചവർ പരിഹസിച്ച്, ഉച്ചം തല മുതൽ ഉള്ളം കാലുവരെ സാത്താൻ പരുക്കളാൽ ബാധിച്ചു. അപ്പോഴും ദൈവത്തിന് യോബ് സാക്ഷീകരിക്കുന്ന, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ഇത് യോബ് എന്നുള്ള ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുത്ത പ്രകാശം. റൂത്തിനെ നിങ്ങൾക്കറിയാമോ? ഭർത്താവ് മരിച്ചു, അമ്മാവനും മരിച്ചു. മുമ്പിൽ ഉള്ളത് വിധവയായ നഹോമി. നഹോമി കൈയൊളിഞ്ഞ്, യു കാൻ ഗോ ബാക്ക്. മുമ്പിൽ നിൽക്കുന്നത് 2 വിധവ മരുമക്കൾ, ഓർപ്പയും റൂത്തും. നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. തന്റെ സഹോദരി ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ചിട്ട് തന്റെ ദേശത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ റൂത്ത്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന റൂത്തിന്റെ പുസ്തകം 1 അധ്യായം 16 വചനത്തിൽ അമ്മാവി അമ്മയോട് സാക്ഷീകരിക്കുന്ന, നിന്റെ ദൈവം എന്റെ ദൈവം. ഇത് റൂത്ത് പ്രാപിച്ചെടുത്ത ഒരു പ്രകാശം. നീ ഇവിടെ വന്നിരിക്കും വാസത്തോട്. നീ എത്തരത്തിലുള്ള പ്രകാശം ഇന്ന് പ്രാപിച്ചെടുക്കുവാൻ പോകുന്നത്? ഒരു കാട്ടിൽ ഒരു സിംഹം ഒരു മാൻകുട്ടിയെ വിരട്ടി ഓടിച്ചുകൊണ്ടിരുന്നു. നോക്കി നിന്ന 2 പേർ തമ്മിൽ ചോദിച്ച്, ഇതിൽ ആർ ജയിക്കും? സിംഹം ജയിക്കുമോ മാൻകുട്ടി ജയിക്കുമോ? മറ്റേയാൾ മറുപടി നൽകി, സിംഹം ഓടുന്നത് എന്തിനായി? മാൻകുട്ടി ഓടുന്നത് എന്തിനായി? സിംഹം ഓടുന്നതോ മാൻകുട്ടിയെ വിരട്ടി അടിച്ച് കൊന്നു തിന്നുവാൻ വേണ്ടി. മാൻകുട്ടി ഓടുന്നതോ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് തന്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി. ഒരു നേരം ആഹാരത്തിനായി സിംഹം ഓടുന്നു, ജീവനെ രക്ഷിക്കുവാൻ മാൻകുട്ടി ഓടുന്നു. ആഹാരത്തിനായി ഓടുന്നവൻ തോറ്റുപോകും, ജീവനെ രക്ഷിക്കുവാൻ ഓടുന്നവൻ ജയിക്കും. നിന്റെയും എന്റെയും ഓട്ടം ദൈവ പൈതലേ ഒരു നേര ആഹാരത്തിനായുള്ള ഓട്ടമല്ല, നിത്യ ജീവന ലാക്കാക്കിയുള്ള ഓട്ടമാണ്. പ്രകാശിക്കുക. ആ പ്രകാശം നിലനിൽക്കുന്ന പ്രകാശമാണ്. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം, വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാ. മായയായ ലോകത്തിൽ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ചേർന്ന് നിൽക്കാതെ, എൻ രക്ഷകനാം യേശുവിൽ ആശ്രയിച്ചിടോ. എൻ രക്ഷകനാം യേശുവിൽ ആശ്രയിച്ചിടോ. ആത്മസന്തോഷം. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി, ആത്മാവിൽ നിറഞ്ഞ് ടീ 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 അഭിഷേക ടീ ആത്മാവിൽ നിറയുക. യേശു മതി. അതാണ് നീ പ്രാപിക്കേണ്ട പ്രകാശം. രക്ഷിതാവ് എനിക്ക് മതി.
എന്റെ ദൈവം എനിക്ക് മതി. അതാണ് ദൈവമൈഡല് നീ പ്രാപിച്ചെടുക്കേണ്ട പ്രകാശം. ഉള്ളിലുള്ള പേ ഓടട്ടെ. നിന്നെ ചിലപ്പോൾ നിയന്ത്രിക്കുന്ന മാന്ത്രിക കെട്ടുകൾ ഇന്ന് പൊട്ടട്ടെ. പണ്ട് സേവിച്ച ദുഷ്ടപേ നിന്റെ ജീവിതം വിട്ട് ഇന്നോട് ഓടട്ടെ. ഒരു ശുദ്ധീകരണം, ഒരു ശുദ്ധീകരണം. യേശുവിൽ ഒരു വെളിച്ചം പ്രാപിച്ചെടുക്കുക. വാ തുറക്കുക. യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ. യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ. യേശുവേ വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. യേശുവേ കൈകൾ ഉയർത്തുക. രണ്ട് കൈകളും ഉയർത്തുക. കൈകളെ ഉയർത്തി നിലവിളിക്കുക. യേശുവേ എന്റെ ഉള്ളിൽ വരണമേ. നിലവിളിയോട് പ്രാർത്ഥിക്കുക. നിലവിളിയോട് പ്രാർത്ഥിക്കുക. യേശു ഉള്ളിൽ വരുമ്പോൾ ഉള്ളിൽ ഉള്ള പേ ഓടും. നിന്നിൽ യേശു, നിന്നിൽ യേശു, നിന്നിൽ യേശു, നിന്നിൽ യേശു, നിന്നിൽ യേശു. അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. ആത്മ നിറവിലാരാധിക്കുക. അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നതാ, അഗ്നി ഇറങ്ങുന്നതാ, അഗ്നി ഇറങ്ങുന്നതാ, അഗ്നി ഇറങ്ങുന്നതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത് ഐസയ 45:22 വചനം. ദൈവം അരുളി ചെയ്യുന്ന ഐസയ പ്രവാചകൻ മുഖാന്തരം, എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. കൈകളെ ഉയർത്തുക. എല്ലാവരും ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. തുടർന്ന് സ്തുതിക്കുക. ആത്മ നിറവിൽ സ്തുതിക്കുക. രണ്ട് കൈകളും ഉയരട്ടെ. ഉയർത്തിപ്പിടിക്കുക, ഉയർത്തിപ്പിടിക്കുക, ഉയർത്തിപ്പിടിക്കുക. കരങ്ങളെ തട്ടുക. റഗ്ഗാല ദന്ധനദബ ലജ്ജന ശഗാല ദന്ധനദബ ലജബര ശാലദ റഗ്ഗാല ദന്ധനദബ റഗ്ഗാല ദന്ധനദബ ലജബര ശാലദ. ടി 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 ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാന്ത്രികം, ചിലരെ മാന്ത്രികം കാർന്ന് തിന്നുന്ന അവസ്ഥ എന്നെ കാട്ടുന്ന കർത്താവ്. മാന്ത്രിക കെട്ടുകൾ യേശു നാമത്തിൽ പൊട്ടിപ്പോകട്ടെ, പൊട്ടിപ്പോകട്ടെ, പൊട്ടിപ്പോകട്ടെ. എഴുന്നേൽക്കാൻ നിവൃത്തിയില്ലാതെ മാന്ത്രിക കെട്ടുകൾ ചില വിശ്വാസികളെ കാർന്ന് തിന്നുന്ന യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കയറുകൾ പൊട്ടട്ടെ. മാന്ത്രിക അമ്പുകൾ നിർവീര്യമാകട്ടെ. അഗ്നി ഇറക്കി വിടുവിച്ചതിനായി നന്ദി. ഐശയ 45:22 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, ദൈവം അരുളി ചെയ്യുന്ന, എങ്കലേക്ക് നോക്കിയാൽ രക്ഷ ഉണ്ട്. ആദ്യം നാം ധ്യാനിച്ചത് ദൈവത്തിങ്കലേക്ക് നോക്കിയാൽ സഹായമുണ്ട്. ദൈവത്തിങ്കലേക്ക് നോക്കിയാൽ രണ്ടാമത് നാം ധ്യാനിച്ചത് പ്രകാശമുണ്ട്. മൂന്നാമത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് സാക്ഷാൽ ദൈവത്തിങ്കലേക്ക് നീ നോക്കിയാൽ നിനക്ക് രക്ഷ ഉണ്ട്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ ഉയർന്ന ഒരു മലയിൽ തന്റെ അപ്പോസ്തലന്മാർ പത്രോസും യോഹന്നാനും യാക്കോബുമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യേശു കടന്നുപോയി.
യേശു മലയിൻ ഉച്ചിയിൽ കടന്നുപോയി. അടുത്ത് മോശയും എലിജാവും ഇവർ കണ്ട് യേശു കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് യേശു കർത്താവിന്റെ വസ്ത്രം വെള്ളയായി തീർന്ന് ഇത് കണ്ട പത്രോസ് അപ്പോസ്തലൻ ഒരു വലിയ ബ്ലണ്ടർ പ്രസ്താവന. മത്തായി സുവിശേഷം 17:4-5 ഇപ്രകാരം പ്രസ്താവിക്കുന്നു: അങ്ങക്ക് സമ്മതമുണ്ടെങ്കിൽ നമുക്ക് 3 കുടിലടിക്കാം. 3 പേരെയാണ് ഇന്ന് കാണുന്നത്. അവൻ 1 മോശെ, 2 എലിജ, 1 യേശു കർത്താവ്. നമുക്ക് 3 കുടിലടിക്കാം. 3 കുടിലടിക്കുന്നതാണ് നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ അടിക്കുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ അടി. ആമേൻ. നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തവൻ ഒരുത്തൻ, യേശു മാത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 നമ്മ പഠിപ്പിക്കുന്ന വചനം വളരെ സ്ട്രോങ് ആണ്. മറ്റു ഒരുത്തനിലും രക്ഷയില്ല. രക്ഷ യേശുവിൽ കൂടി മാത്രം. When Peter, God's apostle, began to put 3 terms, Father in heaven intervened. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രസ്താവന ഉടനെ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ നിന്ന് മേഘം ഇറങ്ങി ഇവരുടെ മേൽ നിഴലിട്ട് 3 അപ്പോസ്തലൻ പേടിച്ച് വിറച്ച് നിലത്ത് വീണപ്പോൾ യേശുവിന്റെ കരം അവരെ തൊട്ട് എഴുന്നേൽപ്പിച്ച് നോക്കിയപ്പോൾ മേഘത്തിന്റെ നിഴൽ മാറി. മോശയെ കണ്ടില്ല, എലിജാവ് കണ്ടില്ല. 8-ാം വചനം നമ്മ പഠിപ്പിക്കുന്നു, അവിടെ നിന്നത് യേശു ക്രിസ്തു മാത്രം. അതാണ് സത്യ സുവിശേഷം. അതാണ് മായമില്ലാത്ത വചനം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നീ എലിജയ്ക്ക് കുടിലടിക്കരുത്, മോശയ്ക്ക് കുടിലടിക്കരുത്, മറ്റാർക്ക് നീ കുടിലടിക്കരുത്. നിങ്ങൾക്കറിയാമോ ഒരു മർമ്മം കൂടെ? മോശ ജീവനുള്ളപ്പോൾ കുടിലടിക്കുവാൻ തീർമാനിച്ച ജനം മോശ മരിച്ചാലും വിടുകയില്ല എന്നറിഞ്ഞ പിതാവാം ദൈവം ആവർത്തനം 34:6 മരിച്ച മോശയെ മരുഭൂമിയിൽ അടക്കിയ സ്ഥലം ആരും അറിയാത്ത വണ്ണം ദൈവം മറച്ചു വെച്ച്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ജീവിച്ചിരിക്കുമ്പോൾ വിടാതെ കുട്ടിൽ അടിക്കുവാൻ തീർമാനിച്ച ജനം എലിജ ഇവിടെ മരിച്ചാൽ ഇവിടെ ഒരു കല്ലറ ഉണ്ടാകും, അവിടെയും ചെന്ന് കുടിലടിക്കും എന്ന് സ്വർഗത്തിലെ ദൈവം 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ മരണം പോലും തൽക്കാലം അനുവദിക്കാതെ എലിജാവിനെ ജീവനോട് സ്വർഗത്തിലെടുത്ത് ഒരുത്തന്റെ കല്ലറയെ ദൈവം മറച്ചു വെച്ച് ഒരുത്തന് കല്ലറ പോലും ദൈവം കൊടുത്തില്ല. ഈ ഭൂമിയിൽ ഉള്ള ഏക കല്ലറ എന്റെ രക്ഷിതാവ് യേശുവിന്റെ തുറന്നുള്ള കല്ലറയാണ്. ശരീരമില്ലാത്ത കല്ലറയാണ്. യേശു ഉയർത്ത കല്ലറയാണ്. അതിലാണ് രക്ഷ. ഉയർത്തെഴുന്നേറ്റ യേശുവിലാണ് രക്ഷ. ലൂക്കോസ് 24:6 മറ്റൊരുത്തനിലും രക്ഷയില്ല. എന്താണ് രക്ഷ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന തന്റെ വേലയ്ക്കായി അഭിഷേകിച്ച് ഇറക്കിയ 12 അപ്പോസ്തലന്മാർക്ക് സ്വർഗത്തിലെ ദൈവം 2 കൃപകൾ നൽകി. പവർ ആൻഡ് അതോറിറ്റി, ശക്തിയും അധികാരവും. ലൂക്കോസ് 9:1 നമ്മ പഠിപ്പിക്കുന്നു, ഈ 12 പേർക്കും സകല ഭൂതത്തിന്മേൽ അധികാരം, എല്ലാ ദീനത്തിന്മേൽ അധികാരം. അവർ കൈ തൊടുന്ന ഇടം ഭൂതം പുറത്തായി, രോഗികൾ സൗഖ്യമായി. അങ്ങനെയാണെങ്കിൽ രോഗസൗഖ്യം രക്ഷയാണോ? രോഗസൗഖ്യം ഭൂതത്തിൽ നിന്ന് വിടുതലും രക്ഷയാണ്. പക്ഷെ അതുമാത്രം രക്ഷയല്ല. ആമേൻ. മനസ്സിലായവർ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 14-ാം വചനത്തിൽ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന 10 കുഷ്ഠരോഗികൾ യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഷ്ഠം വിട്ടുമാറി.
പക്ഷെ നന്ദി പറയുവാൻ മടങ്ങി വന്നത് സ്വന്തം ജാതിയിൽപ്പെട്ട 9 പേരിൽ ഒരുത്തൻ പോലും വന്നില്ല. അന്യജാതിക്കാരൻ, സമേരിയക്കാരൻ ഒരുത്തൻ, 10-ൽ ഒരുത്തൻ മടങ്ങി വന്നപ്പോൾ ലൂക്കോസ് 17:19 കർത്താവ് അരുളി ചെയ്യും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റ് 9 പേർക്ക് കിട്ടിയത് രോഗസൗഖ്യം മാത്രം. മകനെ, നിനക്ക് കിട്ടിയിരിക്കുന്നത് രക്ഷ. അങ്ങനെയാണെങ്കിൽ രോഗസൗഖ്യവും ഭൂതവിടുതലും രക്ഷയാണ്. പക്ഷെ അത് മാത്രം രക്ഷയല്ല. പിന്നെ രക്ഷ എന്താണ്? മത്തായി സുവിശേഷകൻ എഴുതുന്ന 1:21 വചനത്തിലെ പാപത്തിൽ നിന്ന് മോചനം, അതാണ് രക്ഷ. കൈകളെ ഉയർത്തുമോ? 2 കൈകളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമോ? പാപമോചനം, അക്രമങ്ങളുടെ മോചനം, ദുഷ്ടതയിൽ നിന്ന് മോചനം, വെല്ലുവിളിയിൽ നിന്ന് മോചനം, കള്ളിൽ നിന്ന്, വേശ്യത്തനത്തിൽ നിന്ന്, വിഗ്രഹത്തിൽ നിന്ന്, ദുഷ്ടതയിൽ നിന്ന് മോചനം. അതിന്റെ പേരാണ് രക്ഷ. മത്തായി 1:21 വേദ പുസ്തകം കുറച്ചുകൂടെ ആഴമായി നമ്മെ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 1:9 വചനത്തില് ഈ രക്ഷ ആത്മരക്ഷയാണ്. സന്തോഷമുണ്ടോ? ഈ രക്ഷ പാപത്തിൽ നിന്ന് രക്ഷയാണ്. പത്രോസ് ലേഖ വ്യാഖ്യാനിക്കുന്ന 1 പത്രോസ് 1:9 ഈ രക്ഷ ആത്മരക്ഷയാണ്. എബ്രായർ 2:4 ദൈവാത്മാവ് കുറച്ചുകൂടെ ആഴത്തിൽ പോയി വ്യാഖ്യാനിക്കുന്ന ഈ രക്ഷ വലിയ രക്ഷയാണ്. ആമേൻ. വലിയ രക്ഷയാണ്. എന്തുകൊണ്ട് ഈ രക്ഷ വലിയ രക്ഷ? ഈ രക്ഷ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ത്രിയേക ദൈവമാണ്. ആകയാൽ ഈ രക്ഷ, പാപത്തിൽ നിന്ന് രക്ഷ, ആത്മരക്ഷ, വലിയ രക്ഷ. എഫേസ്യർ 3:10 വചനത്തിൽ, എഫേസ്യർ 3:11 വചനത്തിൽ, തീത്തോസ് ലേഖനം 1:2 വചനത്തിൽ ഒരു മർമ്മമുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഈ ആത്മരക്ഷ വലിയ രക്ഷ? അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സകല കാലത്തിനു മുമ്പേ അനാദി നിർണയപ്രകാരം, പിതാവാം ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരം തന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിൽ പിതാവാം ദൈവം നിവർത്തിച്ചെടുത്ത് പിതാവാം ദൈവത്തിന്റെ മനസ്സിലെ തോന്നിയ ജ്ഞാനം, അതാണ് രക്ഷാ പദ്ധതി. അതാണ് രക്ഷയുടെ പദ്ധതി. ഇത് മനുഷ്യന്റെ ജ്ഞാനത്തിൽ തോന്നിയ ജ്ഞാനമല്ല, മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നിയ ജ്ഞാനമല്ല, യഹോവയാം ദൈവത്തിന്റെ ബുദ്ധിയിൽ ഉരുത്തിരണ്ട ജ്ഞാനം. അതാണ് ആ രക്ഷ, വലിയ രക്ഷ. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 2:7 നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. നിർമ്മിക്കപ്പെട്ട ജീവനില്ലാത്ത മനുഷ്യന്റെ ആ സ്കെൽറ്റൻ ബോഡിയിൽ സ്വർഗത്തിലെ ദൈവം ഉൽപ്പത്തി 2:7 നമ്മെ പഠിപ്പിക്കുന്ന അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ക്രിയേഷൻ കാസ്റ്റഡ് ദ ബ്രീത്ത് ഓഫ് ഗാഡ്. സൃഷ്ടിക്ക് ദൈവം വില കൊടുത്തത് തന്റെ ജീവശ്വാസമാണ്. സൃഷ്ടിയിൽ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ദൈവം വില കൊടുത്ത വില തന്റെ ജീവശ്വാസമാണെങ്കിൽ, മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം കൊടുത്ത വില തന്റെ രക്തമാണ്. ഹല്ലേലൂയ. Creation costed his breath, but salvation costed his own blood. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ വലിയ രക്ഷ തന്നെ. ഇത് ഒരു ഉത്സവമാണ്. ചിലരുടെ മുഖം നോക്കിയാൽ അയ്യോ ഒരു 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതുപോലെ.
ഇതൊക്കെ ശരി തന്നെ ബ്രദർ, ഞങ്ങളുടെ രോഗം എപ്പ വിട്ടു മാറും? ആദ്യ കാര്യം ആദ്യം, പിന്നെ എല്ലാം മുറ പോലെ നടക്കും. ഉള്ളു യേശുവിന് കൊടുക്കുക, ഉള്ളിന് രക്ഷിതാവിന് കൊടുക്കുക, കൈക്കൂലി വിടുക, കള്ളം പറച്ചൽ വിടുക, വേശിത്തനം വിടുക. ഇത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങൾക്ക് വേറെ കൂട്ടായ്മ ഉണ്ട്. പിടിച്ചു കൊണ്ടുപോകും പോലീസ്, പിടിച്ചു കൊണ്ടുപോകും ദൈവത്തിന്റെ ക്രോധം. കൈയിരുപ്പ് വിട്ടില്ല എങ്കിൽ നേരെയായിക്കൊള്ളുക. അതാണ് എന്റെ സുവിശേഷം. നേരെയായാൽ മറ്റ എല്ലാ കാര്യവും മുറ പോലെ ദൈവം നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് ചെയ്തു തരും. കൈകളെ ഉയർത്തി കൈകളെ തട്ടുമോ? ഈ രക്ഷ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പിതാവാം ദൈവത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ച ജ്ഞാനം. ആകയാൽ ഇത് വലിയ രക്ഷ. രക്തം ചൊരിഞ്ഞ് വലിയ വില കൊടുത്ത് നിനക്ക് തന്നെ രക്ഷ ഇവിടെ പദ്ധതി. ആകയാൽ ഇത് വലിയ രക്ഷ. മൂന്നാമത് ഉൽപ്പത്തി പുസ്തകം 6:3 നമ്മ പഠിപ്പിക്കുന്ന ദൈവാത്മാവിന്റെ പ്രേരണയാലാകുന്ന ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഒട്ടുമൊത്തം പ്രിയമുള്ളവരെ, രക്ഷ ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനമാണ്. ഇത് മനുഷ്യന്റെ പ്രവർത്തനമല്ല. ആകയാൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഈ രക്ഷ വലിയ രക്ഷ. പാപത്തിൽ നിന്ന് രക്ഷ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ആത്മരക്ഷ. ഈ രക്ഷ എന്തുകൊണ്ട് വലിയ രക്ഷ? ഈ രക്ഷ പള്ളിക്കാർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമുള്ളതല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. 1 തിമോത്തിയോസ് 2:4 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നു. അതോട് തീർന്നില്ല പ്രിയമുള്ളവരെ. രക്ഷ മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചു. അവനെ ഉൾക്കൊള്ളുന്നവന്, അവൻ അനുസരിക്കുന്നവന്, അവന് വിശ്വസിക്കുന്നവന് രക്ഷ ഒരു ഭാഗത്ത്. അതോട് തീർന്നു പോയില്ല ദൈവത്തിന്റെ പദ്ധതി. നീ അവനെ വിശ്വസിക്കാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ, ചെവി കൊടുക്കാതിരുന്നാൽ മറുഭാഗത്ത് ഉള്ളത് ശിക്ഷയാണ്. സങ്കീർത്തനം 73:27 യേശുവിന്റെ സന്നിധി വിട്ട് അകന്നിരിക്കുന്നവൻ നശിച്ചു പോകും. യോഹന്നാൻ 3:36 അവന്റെ തലമുറയിൽ ദൈവത്തിന്റെ ക്രോധം നിലനിൽക്കും. രക്ഷ മാത്രമല്ല, ഇതിനെ നിരസിച്ചാൽ നിനക്ക് ശിക്ഷ ഉണ്ട്. ലൂക്കോസ് സുവിശേഷം 16 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ലാസറുവിനെ കുറിച്ച് മാത്രമല്ല, ധനവാനെ കുറിച്ചുമുള്ള വ്യാഖ്യാനം അവിടെ ഉണ്ട്. രക്ഷ മാത്രമല്ല, ശിക്ഷയുമുണ്ട്. ആകയാൽ ഇത് വലിയ രക്ഷ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ. സത്യ വഴിയും യേശുരാജൻ സത്യ വഴിയും വാണ്ടിലുമായ യേശു. സത്യ വഴിയും വാണ്ടിലുമായ യേശുരാജൻ. കണ്ണുകൾ അടയ്ക്കാം.
വാ തുറന്ന് നിലവിളിക്കുക. ചിലരുടെ മനസ്സിലെ വിചാരം, ചീത്ത ചിന്തകൾ, വിശ്വാസത്തിന് എതിരായ ചിന്തകൾ, വചനത്തിന് എതിരായ ചിന്തകൾ, അങ്ങനെ ഉള്ളവൻ നിലവിളിച്ചാട്ട്. ഏകാഗ്ര ഹൃദയത്തോട് എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഒരേ മനസ്സോട് എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറന്ന് കരയുക, വാ തുറന്ന് കരയുക, വാ തുറന്ന് കരയുക. രക്ഷ ആത്മരക്ഷയാണ്, രക്ഷ ആത്മരക്ഷയാണ്, പാപമോചനമാണ് രക്ഷ. പാപക്കെട്ടുകൾ പൊട്ടട്ടെ. ദൈവത്തോട് മത്സരിക്കുന്ന ചിന്തകൾ വാ തുറന്ന് നിലവിളിച്ചാട്ടെ. എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. വാ തുറക്കുക, വാ തുറക്കുക പ്രിയമുള്ളവരെ. വാ തുറന്ന് കരയുക. കൈകൾ ഉയരട്ടെ, രണ്ട് കൈകളും ഉയർത്തി. ഹല്ലേലൂയ. പാപക്കയറുകൾ പൊട്ടട്ടെ, പാപക്കയറുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സരസ്, സരസ്. രാത്രി യാമങ്ങളിൽ ഉറക്കമില്ലാതെ എന്തോ ഭാരം ചുമന്ന് വന്നതുപോൽ വന്നിരുന്ന് നിലവിളിക്കുന്ന സരസ്, നിന്നെ ബന്ധിച്ചിരിക്കുന്ന പാപചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ. ഇതേപോലെ പാപക്കയറുകൾ പൊട്ടുന്നു. ചിലരെ ക്രിസ്തുവിൽ വളരാൻ വിടാതെ ബന്ധിച്ചിരിക്കുന്ന പാപക്കയറുകൾ പൊട്ടി വീഴുന്നു. ആത്മാവിൽ നിറഞ്ഞാരാടിപ്പീൻ, ആത്മാവിൽ നിറഞ്ഞാരാടിപ്പീൻ, ആത്മാവിൽ നിറഞ്ഞാരാടിപ്പീൻ, അഗ്നിയിൽ നിറഞ്ഞാരാടിപ്പീൻ. ഈ രക്ഷ വലിയ രക്ഷയാണ്, ഈ രക്ഷ വലിയ രക്ഷയാണ്, ഈ രക്ഷ വലിയ രക്ഷയാണ്. നന്ദി, 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 നന്ദി യേശുവേ. ഇട്ട ശാമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നാട് കീടുന്നു. യുദ്ധക്ഷാമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നാട് കീടുന്നു. വില്ലൊടിക്കുവാൻ ജയം വരിച്ചു യേശു വരുന്നു. വില്ലൊടിക്കുവാൻ ഞാൻ ആശയിക്കും പാറ, എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കോ, കർത്തനെന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ, കൈപിടിച്ചു നയിക്കുന്നേ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ, കൈപിടിച്ചു നയിക്കുന്നേ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു കൈപിടിച്ചു നയിക്കുന്നേ. അവസാനം സങ്കീർത്തനം 123 1-ാം വചനം. സങ്കീർത്തനം 123 1-ാം വചനം. സ്വർഗത്തിൽ വസിക്കുന്നവനായി ഉള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. എന്തിന്? സങ്കീർത്തനക്കാരൻ ദൈവത്തിങ്കിലേക്ക് തന്റെ കണ്ണ് ഉയർത്തുന്നത് എന്തിന്? ഉയർച്ച പ്രാപിപ്പാൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഉയർച്ച പ്രാപിപ്പാൻ സങ്കീർത്തനക്കാരൻ എഴുതുന്നു, എന്റെ കണ്ണ് ദൈവമേ അങ്ങയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ സഹായം ലഭിക്കും.
ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ പ്രകാശം ലഭിക്കും. ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ദൈവ പൈതലേ നിനക്ക് രക്ഷ ലഭിക്കും. നീ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ നിനക്ക് ഉയർച്ച ലഭിക്കും. ആമേൻ. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വളരെ ക്ലിയറായി ദൈവാത്മാവ് രേഖപ്പെടുത്തുന്ന ദൈവസന്നിധിയിൽ ഉയർച്ച പ്രാപിച്ച ആൾ. 1 ശമൂവേൽ 23 അധ്യായം 1 നമ്മ പഠിപ്പിക്കുന്ന ദാവീദ് ഔന്നതം പ്രാപിച്ച ആൾ. ഹല്ലേലൂയ. ദാവീദ് ദൈവസന്നിധിയിൽ ഉയർച്ച പ്രാപിച്ച ആൾ. 2 ശമൂവേൽ 3 അധ്യായം 1 നമ്മ പഠിപ്പിക്കുന്നു. എന്നാൽ ദാവീദിന്റെ ബലം കൂടിയും അവന്റെ ശത്രുവായ സൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. സൗൽ ക്ഷയിച്ചു പോയപ്പോൾ ദാവീദിന്റെ ബലം കൂടി വന്നു. ആകയാൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ദാവീദ് 1 ശമൂവേൽ 23:1 ഉയർച്ച പ്രാപിച്ച ആൾ. നിനക്ക് ഉയർച്ച പ്രാപിക്കണ്ടേ? ദൈവ പൈതലേ, നിനക്കും നിന്റെ കുടുംബത്തിന്റെ തലമുറയ്ക്കും ഉയർച്ച പ്രാപിക്കേണ്ടേ? എന്റെ പ്രസംഗം ദാവീദിനെ നോക്കുക എന്നല്ല. ഉയർച്ച പ്രാപിച്ച ദാവീദിനെ അനുഗമിച്ചാൽ നീ ഉയർച്ച പ്രാപിക്കും എന്നല്ല എന്റെ പ്രസംഗം. ദാവീദിന്റെ ജീവിതത്തിൽ വന്നുഭവിച്ച ചില പാഠങ്ങൾ നീ അത് ഏറ്റെടുത്ത് അതിൽ നിന്നൊരു പാഠം പഠിച്ചാൽ നിനക്ക് ഉയർച്ച കിട്ടും. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13:22 ദാവീദ് എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ. ഡേവിഡ് his heart is after my own heart. എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ ദാവീദ്. അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ ഹൃദയം ദൈവം സാക്ഷീകരിക്കുന്ന നല്ല ഹൃദയം, ശുദ്ധ ഹൃദയം. ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്ന് നല്ല മനസാക്ഷി ഉളവാവുകയുള്ളൂ. ദാവീദ് നല്ല മനസാക്ഷിയുടെ ഉടമസ്ഥനാണ്. വേദപുസ്തകം സൗലിനെ കുറിച്ച് 1 ശമൂവേൽ 19 അധ്യായം 1 ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദാവീദിനെ കൊല്ലണം എന്ന് സൗൽ തന്റെ മകൻ യോനത്താനോട് പറഞ്ഞു. ഇതാണ് സൗൽ, തന്റെ ആയുധവാഹനൻ ദൈവഭക്തൻ ദാവീദിനെ കൊല്ലണമെന്ന് തന്റെ മകൻ യോനത്താനോട് സൗൽ പറഞ്ഞു. ഇത് സൗലിന്റെ സ്വഭാവം. പക്ഷെ ദാവീദിന്റെ സ്വഭാവമോ 21 പ്രാവശ്യം സൗൽ രാജാ കുന്തം കൊണ്ട് ദൈവ പൈതൽ ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തി കൊല്ലുവാൻ പദ്ധതിയുമായി വന്നപ്പോൾ 3 അവസ്ഥകളിൽ ദാവീദ് അതിനെ ഇടപെടുന്നു. 1 എസ്കേപ്പായി. ശൗലിന്റെ കുന്തത്തിൽ നിന്ന് ദാവീദ് അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു ഓടുവാൻ ശ്രമിക്കുന്നു. 1 ശമൂവേലിന്റെ അടുക്കൽ പോയി, 2 മീഖാളുടെ അടുക്കൽ പോയി, 3 നിർജ്ജന മരുഭൂമിയിൽ കടന്നുപോയി, 4 ശത്രു ആഗീസ് കുമാരന്റെ അടുക്കൽ, രാജകുമാരന്റെ അടുക്കൽ കടന്നുപോയി. എങ്ങനെയോ അവൻ രക്ഷപ്പെട്ട്. അതാണ് ദാവീദിന്റെ സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവം, തന്നെ കുന്തം കൊണ്ട് കൊല്ലുവാൻ പദ്ധതി ഒരുക്കിയ സൗൽ തന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടും അവനെ തീർത്തു കെട്ടുവാൻ സന്ദർഭം ലഭിച്ചിട്ടും ദാവീദോ നല്ല ഹൃദയത്തിന്റെ ഉടമസ്ഥൻ, ശുദ്ധ മനസാക്ഷിയുടെ ഉടമസ്ഥൻ ദാവീദോ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 ശമൂവേൽ 24:4-5 തന്റെ അടുത്ത് നിൽക്കുന്ന തന്റെ സഹായികൾ, തന്റെ അണി, തന്റെ പടജനത്തിന്റെ എൻകറേജ്മെന്റിന്റെ പേരിൽ സൗലിന്റെ വസ്ത്രത്തിന്റെ അറ്റം ദാവീദ്
ഒരു നാഴികയിൽ അവൻ മുറിച്ചെടുത്ത സെക്കൻഡിൽ 1 ശമൂവേൽ 24:4-5 ദാവീദിന്റെ മനസാക്ഷി കുത്തി. നീ ചെയ്യരുത് മകനെ. അവൻ നിനക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. അവന്റെ മനസാക്ഷി കുത്തി. ശൗലിനോട് ദാവീദ് 11-ാം വചനത്തിൽ പറയും, പിതാവേ, അങ്ങയുടെ വസ്ത്രത്തിന്റെ അറ്റത്തുനിന്ന് മുറിച്ചെടുത്ത വസ്ത്രത്തിന്റെ അറ്റം എന്റെ കയ്യിൽ കാണുക. ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. എന്നിൽ ദോഷവും പാപവും ഇല്ല എന്ന് ഇതുമൂലം അങ്ങ് അറിയണം. ഞാൻ അങ്ങയെ വെറുതെ വിടുന്നു. പ്രതികാരം ഇട്ടുവാൻ സന്ദർഭം ലഭിച്ചിട്ടും തന്റെ ശത്രുവിനെ ക്ഷമിച്ചു വിട്ട നല്ല മനുഷ്യനാണ് ദാവീദ്. അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ദാവീദിന് ഉയർച്ച നൽകി. മൂന്നാമത് 1 ശമൂവേൽ 26-ാം അധ്യായം 7-8 വചനങ്ങളിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ശൗൽ രാജ, ദാവീദിന്റെ ശത്രു, തന്റെ കുന്തം തറയിൽ കുത്തിവച്ചിട്ട് കിടന്നു ഉറങ്ങുമ്പോൾ ദാവീദിന്റെ വിശ്വസ്തൻ അബിഷായി വന്നു പറയും, രാജാവേ, ശത്രുവിനെ തീർത്ത് കെട്ടുവാൻ ഇതാണ് സന്ദർഭം. അങ്ങയെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കിയ ശൗലിനെ അവന്റെ കുന്തമെടുത്ത് ഒറ്റ കുത്തിൽ ഞാൻ കുത്തിക്കൊല്ലട്ടെ. ദാവീദിന്റെ വാക്കുകൾ, അരുത്, അവൻ ദൈവത്തിന്റെ അഭിഷക്തനാണ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അഭിഷായി അവൻ ശാസിക്കുന്നു. നല്ല ഹൃദയം ദാവീദിന്, നല്ല ഹൃദയം, നല്ല ഹൃദയത്തിൽ നിന്ന് ഉളവായ ശുദ്ധ മനസാക്ഷി. ശുദ്ധ മനസാക്ഷി നിനക്കുണ്ടോ, ദൈവം എന്നെ ഉയർത്തും. മൂന്നാമത്തെ മർമ്മം, ഒരു മനുഷ്യൻ ഉയർത്തപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ ഉയർച്ച കാണണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യൻ നിന്നെ അടിച്ചമർത്തിയാൽ ദൈവം നിന്നെ ഉയർത്തും. മനസ്സിലായവർ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. ഈ ലോകം നിന്നെ അടിച്ചമർത്തിയാൽ ദൈവം നിന്നെ ഉയർത്തും. ഞാനൊരു 6-8 മാസങ്ങൾക്ക് മുമ്പ് ഇതേ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഡിസ്ട്രിക്ട് CS അങ്കണത്തിൽ ഒരു ക്രൂസേഡിൽ പ്രസംഗിക്കുവാൻ ഡേറ്റ് കൊടുത്തു. നമ്മുടെ മിനിസ്ട്രി മുഖാന്തരം രക്ഷ കണ്ടെത്തിയ ഒരു സാധു മനുഷ്യൻ, ഒരു ഗവൺമെന്റ് ഓഫീസർ ആണ് ആ കൂട്ടങ്ങളുടെ ചെലവ് വഹിക്കാമെന്ന് ഏറ്റത്. ദൈവം അയാളുടെ ജീവിതത്തിൽ നന്മ ചെയ്ത് അതിനു പകരമായി ഒരു സഭയിൽ ചെന്ന് ബാപ്റ്റിസം സ്വീകരിച്ച് അവിടെ കർത്താവിന്റെ നാമമഹത്വത്തിനായി ദൈവത്തിന്റെ വേലക്കാരനെ കൊണ്ടുപോയി 3 നാൾ യോഗങ്ങൾ ക്രമീകരിച്ചു. യോഗം നടത്തും എന്ന് പദ്ധതി ഉണ്ടായ നാൾ മുതൽ പരിഹാസം, മയക്കിൽ പറയുവാൻ പറ്റാത്ത പരിഹാസം. പള്ളിയിൽ നിന്ന്, വെളിയിൽ നിന്നല്ല, പള്ളിക്കകത്ത് നിന്ന്. ദൈവകൃപയിൽ അവിടെ 2 റെവറന്റുമാരുണ്ട്. 2 പേരും ദൈവഭക്തന്മാരാണ്. 2 പേരും ഞങ്ങളെ പ്രാർത്ഥനയിൽ താങ്ങി. പക്ഷെ പള്ളിക്കകത്ത് 1 2 നേരെ ചൊവ്വെ ജീവിക്കുന്ന ജനം ഒഴികെ, പ്രത്യേകിച്ചും ചില ഡീക്കന്മാർ, പരിഹാസത്തിന്റെ മേൽ പരിഹാസം. ഇങ്ങനെയാണ്, ഓ, ഇത്ര വലിയ വാൾ പോസ്റ്ററോ, ഇത്ര വലിയ അഡ്വർടൈസ്മെന്റോ, 150 പേർ വരും, 150 പേർ വരും. എത്ര നിരുത്സാഹപ്പെടുത്താൻ പറ്റുമോ പള്ളിക്കകത്തുനിന്ന് പരിഹാസവും എതിർപ്പും. ദൈവം ഇത് സ്വർഗത്തിൽ റിപ്പോർട്ട് ചെയ്ത്. നിങ്ങൾക്കറിയാമോ, യോഗം ഒരു ബിഷപ്പ് വന്ന് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ട് പോയി. ആദ്യ ദിവസം തന്നെ ചരിത്രത്തിലില്ലാത്ത ക്രൗഡ്, 1000 കസേരകളും ഫില്ലായി. 2-ാം ദിവസം 2000 പേർ കടന്നു വന്ന് 2000 കസേരകളും ഫില്ലായി. 3-ാം ദിവസം 3000 പേർ കടന്നു വന്ന് ആ ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ദൈവം മാനിച്ച്, മഹത്വം ദൈവത്തിന്. അതേ ഗ്രൗണ്ടിൽ ഞാൻ ജനിക്കും മുമ്പ് സുവിശേഷം അറിയിക്കുന്ന ഒരു ബഹുമാനമുള്ള ദേവദാസനെ കൊണ്ടുവന്ന്
എന്നേക്കാൾ രട്ടിപ്പായ വയസ്സുള്ള ഒരു അപ്പൂപ്പനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ പരിഹാസികൾ, മത്സരികൾ കൂടിയത് 150 കസേര പോലും നിറഞ്ഞില്ല. 150 കസേര പോലും നിറഞ്ഞില്ല. പരിഹാസം. ദൈവം മറുപടി കൊടുത്തു. ഞാൻ സന്തോഷത്തോടല്ല പറയുന്നത്. ദൈവവേലക്കാരനെതിരായി നിൽക്കരുത്. ദൈവം പാഠം കൽപ്പിക്കും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന് നിന്നെ താഴ്ത്തുവാൻ ഉടമ്പെട്ടാൽ ദൈവം അവന്റെ മുമ്പിൽ നിന്നെ ഉയർത്തും. ദാവീദിനെ എല്ലാവരും പരിഹസിച്ചു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചു. സങ്കീർത്തനം 27:10. അണ്ണൻ കോപിച്ചു 1 സാമുവേൽ 17:28. രാജാവ് പരിഹസിച്ചു 1 സാമുവേൽ 17:33. ശത്രു ഗോലിയാത്ത് നിന്ദിച്ചു 1 സാമുവേൽ 17:42. മനുഷ്യൻ നിന്ദിച്ച് തരം താഴ്ത്തിയപ്പോൾ സ്വർഗത്തില് ദൈവം തന്റെ അഭിഷക്ത പ്രവാചകനോട് അരുളി ചെയ്തു. 1 സാമുവേൽ 16:11. ഇവൻ ദാവീദ്, ഇവൻ ആർക്കു വേണ്ടാം, എനിക്ക് വേണം, ഇവനെ ചെന്ന് അഭിഷേകിക്കുക. മനുഷ്യനാൽ നീ താഴ്ത്തപ്പെട്ടുവോ, ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിങ്കലേക്ക് നോക്കുക, സഹായം ലഭിക്കും. ദൈവത്തിങ്കലേക്ക് നോക്കുക, പ്രകാശം ലഭിക്കും. ദൈവത്തിങ്കലേക്ക് നോക്കുക, രക്ഷ ലഭിക്കും. ദൈവത്തിങ്കലേക്ക് നോക്കുക, ഉയർച്ച ലഭിക്കും. നമുക്കിവിടെ നിൽക്കാം. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചു കളയുക. ഈ പുറമെ കാണുന്ന ജൽപ്പനം ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുകയില്ല. ഉള്ളു തുറക്കുക, വാ തുറന്ന് നിലവിളിക്കുക, യേശുവേ എന്റെ ജീവിതത്തിൽ കടന്നു വരണമേ. കൈകൾ ഉയരട്ടെ, ഉയർത്തിയ കരങ്ങൾ തട്ടി ദൈവമേ നന്ദി പറയുക. അവൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓരോന്നായി എണ്ണി എണ്ണി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കൈകൾ ഉയരട്ടെ. കൈകൾ താർത്തിട്ട് ഉറങ്ങി ആര് നിൽക്കരുത്. 2 കൈകളും ഉയരട്ടെ. 2 കൈകളും ഉയരട്ടെ. 2 കൈകളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. കരങ്ങളെ തട്ടി വാ തുറക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. നീ ഹൃദയത്തിൽ ചുമന്നു വന്ന ഭാരം വാ തുറന്ന് അവനോട് പറയുക, യേശുവേ എന്നെ സഹായിക്കണമേ. ഉള്ളു തുറന്നാട്ടെ. കണ്ണുകൾ ആരും തുറക്കരുത്. ഹൃദയം തുറക്കുക. This is the time of miracle. അങ്ങും ഇങ്ങും ആരും നോക്കി നിൽക്കരുത്. നമ്മുടെ മുമ്പിൽ ഉള്ളത് 5 മിനിറ്റാണ്. കൈയും കെട്ടി ഉറങ്ങി നിൽക്കല്ലേ. കൈകളെ ഉയർത്തുക. 2 കൈകളെ ഉയർത്തുക. ദൈവസന്നിധിയിൽ കീഴടങ്ങുക. ആമേൻ. വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. വാ തുറന്ന് നിലവിളിച്ചാട്ടെ. എല്ലാവരും യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ. വാ തുറക്കുക. അഗ്നി വ്യാപരിക്കുന്നതാ. നല്ല ദൈവമേ, അങ്ങയുടെ സ്പർശനം എല്ലാവരിലും ഇറങ്ങട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം നിങ്ങളിൽ അഗ്നി ഇറങ്ങുന്നതാ. മിസ്റ്റർ ജലസ്റ്റീൻ, നിരാശയോട് കടന്നു വന്ന ജലസ്റ്റീൻ, കർത്താവ് നിങ്ങളെ തൊടുന്ന് ഉള്ളിലെ ധൈര്യം, ആത്മധൈര്യം, ഭാരം ചുമന്ന് നിൽക്കുന്നവർ നിന്റെ ഭാരം ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചാട്ടെ.
അപ്പാ നിലവിളിക്കുക, നിലവിളിക്കുക, നിലവിളിക്കുക. യേശുവേ, എന്റെ ഭാരം എടുത്തു മാറ്റണമേ. കരയുക, വാ തുറന്ന് കരയുക, വാ തുറന്ന് നിലവിളിക്കുക. അഗ്നി ഇറങ്ങുന്നിട, അടിയനെ നിറയ്ക്കണമേ, ആത്മാവിൽ നിറയ്ക്കണമേ. വാ തുറക്ക, വാ തുറന്നട്ടെ. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി. നിന്ന് നിന്ന് ഉറങ്ങല്ലേ, നിന്ന് നിന്ന് ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ. റഗ്ഗാലദം ധനദബ ലജ്ജന ഷഗാലദം ധനദബ റഗ്ഗാലദം ധനദബ റബ ഷാലദബ. പവർ, 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 പവർ. ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി നിങ്ങളിൽ, നിങ്ങളിൽ, നിങ്ങളിൽ ദിവ്യ ശക്തി ആത്മനിറവിൽ ആരാധിക്കുക, ആത്മനിറവിൽ ആരാധിക്കുക. യേശുവേ, എന്നെ ആത്മാവിൽ നിറയ്ക്കണമേ, ആത്മനിറവിൽ. Fill everyone, O Lord. Fill everyone. Fill everyone. Fill everyone. Fill everyone. ആത്മനിറവിൽ നിറയ്ക്കണമേ. യാചിക്കുക. റഗ്ഗാലദം ധനദബ. ആത്മാവിൽ നിറയുവാൻ നിനക്ക് വിരോധമായി സൃഷ്ടിക്കപ്പെട്ട തടസ്സം അതിൽ യേശുവിൻ നാമത്തിൽ തകർന്ന് വീഴട്ടെ, തകർന്ന് വീഴട്ടെ, തകർന്ന് വീഴട്ടെ. It be broken. Every hindrance be broken. Every hindrance be broken. ഇപ്പോൾ 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 തീയിൽ നിറയുക, അഭിഷേക തീയിൽ നിറയുക, ആത്മനിറവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ ആത്മനിറവിൽ നിറയ്ക്കുവാൻ. പുതുഭാഷകൾ വാ തുറക്കുക. ഉറങ്ങി 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 നിന്ന് 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 നീ ശീലിച്ചു പോയി. ആത്മനിറവിൽ ആരാധിക്കുക. അടിയനെ നിറയ്ക്കണമേ. വാൻ തുറന്ന് നിലവിളിച്ചാട്ടെ. സ്വർഗം തുറക്കുന്നു, അഗ്നി ഇറങ്ങുന്നിടാ, അഗ്നി ഇറങ്ങുന്നിടാ, അഭിഷേക മഴ ഇറങ്ങുന്നിടാ. ഔഷധമായി, ഔഷധമായി കട്ടികൾ മായുന്നു, മുളകൾ തെറിക്കുന്നു. നിനക്ക് വിരോധമായുള്ള പദ്ധതികൾ കരിഞ്ഞ് നാറിപ്പോകുന്നു. ടീ 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 ടീ. ദിവ്യ ജ്ഞാനം നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ മക്കളിൽ, സ്കൂളിൽ, കോളേജിൽ വിദ്യാഭ്യാസം പോകുന്ന മക്കളിൽ, ഇളം തലമുറയിൽ സ്വർഗം തുറന്ന് ദിവ്യ ജ്ഞാനം നിറയുന്നു. കിഡ്നിയെ ബാധിച്ച രോഗം 6 വ്യക്തികളിൽ കർത്താവ് തൊട്ട് ഇപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുന്നു. Go and check up. Go and check up. കിഡ്നിയെ കാർന്ന് തിന്ന രോഗം, നിന്റെ ആയുസിനെ കാർന്ന് തിന്ന രോഗം കിഡ്നി മുഖാന്തിരം യേശു കർത്താവിന്റെ നാമത്തിൽ കിഡ്നി സൗഖ്യം യേശു നൽകിയിരിക്കുന്നതാ. ശോഭ, ശോഭ, സിസ്റ്റർ ശോഭ, ശോഭ ആത്മഹത്യ ചെയ്യുവാൻ പദ്ധതി ഒരുക്കി വന്നവളെ ശോഭ, കർത്താവിന്റെ കരം നിന്റെ ആത്മഹത്യ സ്പിരിറ്റിനെ തകർത്ത് ജീവൻ വയ്ക്കുന്നു. അഗ്നി ഇറങ്ങുന്ന. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ വ്യാപരിക്കുന്നു, വിടുതൽ വ്യാപരിക്കുന്നു, വിടുതൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ വലതുഭാഗത്തിൽ കസേരയിൽ സെൻട്രൽ പോർഷനിൽ ഇരുപ്പ് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ബിസിനസ്മാൻ. യു ആർ എ ഫെയിലിയർ. നിങ്ങൾ വ്യാപാരത്തിൽ പരാജയമാണ്. അതിന് ആത്മഹത്യ പ്രതിവിധി അല്ല. നിങ്ങളുടെ മനസ്സിലെ ചിന്ത ദൈവാത്മാവ് ഇതാ മാറ്റിയിരിക്കുന്നു. തീ ഇറങ്ങുന്നിട,
തീ ഇറങ്ങുന്നിടാ. എന്റെ ഇടതുഭാഗത്തിൽ തൈറോയിഡ് രോഗിയുമായി കടന്നു വന്ന 2 സഹോദരിമാര് കർത്താവ് തൊട്ട് തൈറോയിഡിനെ തുടച്ചു മാറ്റുന്നിട. ക്യാൻസർ പുഴുത്ത് പഴുത്ത് നാറുന്ന അവസ്ഥയിൽ കടന്നു വന്ന 3 വ്യക്തികളിൽ കർത്താവിന്റെ ജീവന്റെ കരം തൊടുന്ന് സൗഖ്യം നൽകുന്നു. അഗ്നി ഇറങ്ങുന്നു. തീ 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 വിടുതലിൻ തീ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടോ യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാം. കണ്ടൻ വാരാ നാമും പോകാറാ. കണ്ടൻ വാരാ നാമും പോകാറാ. കണ്ടൻ വാരാ നാമും പോകാറാ. മാനവും മകത്തും ദൈവം എടുത്തുകൊള്ളും. ഇവർ അങ്ങയുടെ മക്കളാണ്. ദൈവം കൂടെ പോകാൻ കർത്താവ് തൊട്ട് വിടുതലിൻ അംശമായി മാറ്റിയതിനായി നന്ദി. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തു യേശുവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ അഭിഷേകം സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.